ഇഗ്നൈറ്റ് 2024 ക്രിസ്തുവിൽ വേരൂന്നിയ യുവത്വത്തെ വാർത്തെടുക്കുക എന്ന ഏക ലക്ഷ്യവുമായി നൈപുണ്യ പ്രയർ വാരിയേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പൊങ്ങം നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഫെബ്രുവരി 2-3 തീയതികളിൽ യുവജന റിട്രീറ്റ് നടത്തി. ശുശ്രൂഷയുടെ അമരക്കാരനായ സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് യൂറോപ്പ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ബിനോജ് മുളവരിക്കൽ അച്ഛനും പാമ്പാടി 8-ാം മൈൽ ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിൽ ധ്യാന ശുശ്രൂഷകൾ നൽകുകയും സോഷ്യൽ മീഡിയ വഴിയും ആത്മീയ ലേഖനങ്ങൾ വഴിയും ഈശോയെ പങ്കുവയ്ക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ ജിൻസ് ചീങ്കല്ലേൽ അച്ഛനും ശുശ്രൂഷകൾ നയിച്ചു. ഇഗ്നൈറ്റ് 2024 നൈപുണ്യ ക്യാമ്പസിൽ വെച്ച് ഈ അടുത്ത് പരിസരത്തുള്ള കോളേജുകളിലെ കുട്ടികളെല്ലാം ഒരുമിച്ച് കൂടി ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് വരെ ഫെബ്രുവരി 2-3 തീയതികളിൽ വളരെ മനോഹരമായി നടത്തപ്പെട്ടു. പാട്ടും പ്രാർത്ഥനയും കളിയും ചിരിയും ചർച്ചകളുമായിട്ട് യുവജനങ്ങളെ നമ്മൾ കേൾക്കണം, അവരോടൊപ്പം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. എനിക്ക് തോന്നുന്നു എല്ലാ ക്യാമ്പസുകൾക്കും ഇങ്ങനെ ഒരു സ്പേസ് യുവജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാൽ വളരെ നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു. യുവജനങ്ങൾ സഭയുടെ സമൂഹത്തിൻ്റെ ഊർജ്ജമാണ്, ഹൃദയമാണ്. അവരെ നമ്മൾ ശരിക്കും പമ്പ് ചെയ്യാൻ അനുവദിക്കണം, അതിനുള്ള അവസരങ്ങൾ കൊടുക്കണം. ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് യുക്തിപരവും വിശ്വാസപരവുമായ ഉത്തരങ്ങൾ നൽകുകയും ഈശോയോടുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ഈശോയുടെ സ്നേഹം തിരിച്ചറിയുവാനും ഇഗ്നൈറ്റ് 2024 സഹായകരമായി. നൈപുണ്യ ക്യാമ്പസിനെ വളരെ ജീവനോടെ കാക്കുന്ന ഒരു ഗ്രൂപ്പാണ് പ്രയർ വാരിയേഴ്സ്. അവർ റെഗുലറായിട്ട് എല്ലാ ദിവസവും രാത്രി ഒരു 10 മണിക്ക് ഓൺലൈൻ കണ്ടുമുട്ടി പ്രാർത്ഥിക്കും. ഇറ്റ്സ് എ സ്മോൾ ഗ്രൂപ്പ്, ഒരു 10 to 15 to 20 ഇത്രയുള്ളവർ ഗ്രൂപ്പാണ്. പ്രാർത്ഥിക്കും. അതോടൊപ്പം കോളേജിലെ സ്പിരിച്വൽ ആക്ടിവിറ്റീസിനെല്ലാം നേതൃത്വം കൊടുക്കുന്നവരാണ്. അതുകൊണ്ടൊരു പ്രയർഫുൾ ക്യാമ്പസാണിത്. അവരുടെ പ്രാർത്ഥനയുടെ ഫലം ക്യാമ്പസിലുണ്ട്. എല്ലാം നടക്കുന്നത് ഈ പ്രാർത്ഥനയുടെ ബലം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പ്രയർ വാരിയേഴ്സിൻ്റെ എല്ലാ പ്രോഗ്രാമിനും പൂർണ്ണ സപ്പോർട്ട് ഞാൻ കൊടുക്കാറുണ്ട്. ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് റിവാർഡഡ്. നമ്മുടെ ഇഗ്നൈറ്റ് 2K24 യൂത്ത് ഗെറ്റ് ടുഗദർ നമ്മുടെ ബിനോജ് അച്ഛൻ്റെ കൂടെയും ജിൻസ് അച്ഛൻ്റെ കൂടെ സ്റ്റുഡൻസ്, ഫാക്കൽറ്റി എല്ലാവരും കൂടെ നമ്മൾ കൂടിയല്ലേ. അപ്പോൾ ഈ നിമിഷം എന്താണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്? നൈപുണ്യ കോളേജിൽ 2020 പ്രയർ വാരിയേഴ്സ് എന്നൊരു കൂട്ടായ്മ ആദ്യമായിട്ട് ഉണ്ടായത്. അന്ന് മുതൽ ഇന്ന് വരെ കഴിഞ്ഞ 4 വർഷങ്ങളിൽ നമ്മൾ ഇഗ്നൈറ്റ് എന്നൊരു യൂത്തിന് ഒരു റിട്രീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നൈപുണ്യ പബ്ലിക് സ്കൂളിൽ നിന്നും അതുപോലെ സെൻറ് ജോസഫ് സ്കൂളിൽ നിന്നും കുട്ടികൾ ആയിട്ടായിരുന്നു ഈ റിട്രീറ്റ് നടന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ബിനോജ് അച്ഛനും ജിൻസ് അച്ഛനും കൂടി നമ്മുടെ പാട്ടിലൂടെയും മറ്റ് യൂത്തായിട്ടുള്ള ബാക്കി ഇൻട്രാക്ഷൻസിലൂടെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. എല്ലാം കൊണ്ടും ഞങ്ങൾക്കും ഈ നൈപുണ്യ സ്ഥാപനത്തിനും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നും ഓർത്തിരിക്കുന്ന കുറേ ദിവസങ്ങളിൽ ഒരു ദിവസമായിരുന്നു ഇന്ന്. യേശുവിനോടൊപ്പം കുറേ സഞ്ചരിക്കാനും മറ്റുള്ളവർക്ക് യേശുവിനെ പകർന്നു നൽകാനും ഞങ്ങൾക്ക് ഏറെ സാധിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു പരിപാടി വെക്കണം നല്ലതായിരിക്കും. എല്ലാ കോളേജിലും സ്കൂളുകളിലും ഇന്നത്തെ കാലത്ത് നമുക്ക് യുവജനങ്ങൾ ഈ ഈശോനെ കൂടുതൽ അടുത്തറിയണമെങ്കിൽ ഇങ്ങനത്തെ ചില ഗ്രൂപ്പുകൾ ഉണ്ടായാലേ നമുക്ക് കാര്യമുള്ളൂ. കാരണം ഫ്രണ്ട്സുകൾ തമ്മിലാണ് നമുക്കിങ്ങനെ കൂടാനും യൂത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിത് വെക്കാൻ പറ്റുള്ളൂ. വേറെ ഓൾഡ് ഏജ് ആയ ആൾക്കാർക്കോ അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. യൂത്തിന് മാത്രമായിട്ട് ഇങ്ങനെ നമ്മൾ കുറച്ചുകൂടി കൺസിഡർ ചെയ്ത് അവർക്ക് വേണ്ടി ഇങ്ങനെ ഈശോനെ മനസ്സിലാക്കി കൊടുത്ത് അങ്ങനത്തെ ഒരു പരിപാടി നല്ലതാണ്. പരിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ ആരാധന, ജപമാല, ഗാന ശുശ്രൂഷ, യുവജനങ്ങളുടെ പങ്കുവെക്കലുകൾ എന്നിവയെല്ലാം യുവജനങ്ങളെ ആത്മീയമായി ഉണർവിലേക്ക് നയിച്ചു.